CPIM സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കാൻ നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും. എറണാകുളം, തൃക്കാക്കര, ആലുവ, മങ്കട, പെരിന്തൽമണ്ണ, കൊടുവള്ളി തുടങ്ങിയ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കൂടി നാളെ തീരുമാനിക്കും. കേരള കോൺഗ്രസ് എമ്മുമായുള്ള ഉഭയകക്ഷി ചർച്ച ഇതുവരെ തീരാത്തതാണ് പ്രധാന പ്രതിസന്ധി. 3 സീറ്റ് അധികം വേണമെന്ന ആർജെഡിയുടെ ആവശ്യം പരിഗണിക്കേണ്ട എന്നാണ് LDFന്റെ തീരുമാനം. റഹീസ് റഷീദ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് റഹീസ്. അങ്ങനെ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഈ തീയതി ഉടൻ അറിയും. അപ്പോൾ അതിനു മുൻപ് തന്നെ ഈ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഈ കേരള കോൺഗ്രസ് എമ്മുമായിട്ടുള്ള പ്രശ്നം, അതിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമോ? ഉഭയകക്ഷി ചർച്ച ഇതുവരെ തീരാത്തതാണ് ഒരു പ്രധാന പ്രതിസന്ധി അല്ലേ? ശ്രുതി, കേരള കോൺഗ്രസ് എം കഴിഞ്ഞ തവണ 12 സീറ്റിൽ മത്സരിച്ചു. ഇത്തവണ 13 സീറ്റ് വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പലതവണ ചർച്ചകൾ നടത്തി, പക്ഷെ ആ ചർച്ചകളിലൊന്നും ധാരണയായിട്ടില്ല. ജോസ് കെ മാണി മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള ശ്രമം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. പക്ഷേ അടുത്ത ദിവസം കാണാമെന്ന മറുപടിയാണ് കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ചത്. എന്തായാലും നാളെ CPIMന്റെ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച അന്തിമമായ ഒരു ലിസ്റ്റ് അവർ പാർട്ടി തീരുമാനിക്കും. 86 സീറ്റിലായിരിക്കും CPIM മത്സരിക്കുക. നിലവിൽ 80 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടത് സ്വതന്ത്രരെ മത്സരിപ്പിക്കുന്ന സ്ഥലത്താണ് കൂടുതലായിട്ടുള്ളത്. എറണാകുളത്തെ 3 സീറ്റുണ്ട്. എറണാകുളമുണ്ട്, തൃക്കാക്കരയുണ്ട്, ആലുവയുണ്ട്. CPIMനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ കാണാത്ത സ്ഥലമാണ്. മലപ്പുറത്തേക്ക് പോയാൽ മങ്കടയിലും പെരിന്തൽമണ്ണയിലും കോഴിക്കോട്ടെ കൊടുവള്ളിയിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പല ധാരണകളുണ്ട്. പക്ഷെ അത് തീരുമാനിക്കണം. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കൊടുവള്ളിയിൽ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരാളെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം പാർട്ടി എടുത്തിട്ടുണ്ട്. മങ്കട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവാണ് എന്നാണ് നമുക്ക് CPIM കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPI ഒരുപക്ഷെ നാളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ആലോചന അവർക്കിടയിലും നടക്കുന്നുണ്ട്. ശരി, വ്യക്തമാണ്. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.